Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ ഇമോഷൻസിനെ വാല്യൂ നൽകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഡസൻ കെയർ ആറ്റിറ്റ്യൂഡാണ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇത് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് തന്നെയാണ്. ഒരു പക്ഷേ പലപ്പോഴും റിലേഷൻഷിപ്പിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ ചങ്ങാതിമാരൊക്കെ ഉണ്ടായിരിക്കും, അവരോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകും. പക്ഷേ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രശ്നമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടി എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് അവരോടാണ്. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഈ ഒരു കാര്യം അവരോട് പറയരുത്. അതായത് നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരുമായി സംസാരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കിടയിലേക്ക് വന്നുകൊണ്ട് വേറൊരു ടോപ്പിക്ക് സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഇന്ററപ്റ്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് റൈറ്റ് പ്ലേസ് അതുപോലെ തന്നെ റൈറ്റ് ടൈം ഈ ഒരു കാര്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് കൂടി കംഫർട്ടബിൾ ആകുന്ന, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ററപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു പ്ലേസ്, ഒരു സമയം ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമതായി സംസാരിക്കുന്ന സമയത്ത് ഓർക്കേണ്ട കാര്യം, എപ്പോഴും നമ്മളാണ് ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കാണ് ഒരു പ്രശ്നം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. മറിച്ച് ഐ സ്റ്റേറ്റ്മെന്റ്, യൂസ് ഐ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നീ അങ്ങനെ പെരുമാറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഐ ഫീൽ ഹേർട്ട് നീ എന്നെ നോക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ഐ ഫീൽ ഹേർട്ട്. അങ്ങനെ ഐ സ്റ്റേറ്റ്മെന്റ്, നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് പറയേണ്ടത്. അതായത് നിങ്ങൾക്ക് എന്താണോ ആക്ച്വലി ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് പറയേണ്ടത്. നേരെ മറിച്ച് നീ എന്നെ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നീ എൻ്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നീ എപ്പോഴും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരിക്കലും എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഒഴിവാക്കുക. പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ഇത് അറിയാതെ വരുന്നതാണ്. അല്ലെങ്കിൽ നീ എൻ്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നീ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്വസ്ഥത എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കംപ്ലീറ്റ്, അതായത് അവർ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് എന്നുള്ളതായി പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അവരുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് മാത്രം പറയുക. ഇനി മൂന്നാമത്തെ കാര്യം, കാര്യങ്ങൾ സ്പെസിഫിക് ആയി പറയുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ ഹേർട്ടായത് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഇമോഷൻസിനെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളത് ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തത് ആ ഒരു സിറ്റുവേഷൻ ആണ് എക്സാമ്പിൾ ആയിട്ട് പറയേണ്ടത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നതിന് പകരം അവർക്ക് കാര്യത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ ഏതായിരുന്നു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ ഏത് സ്വഭാവമാണ് നിങ്ങളെ അങ്ങനെ ഹേർട്ട് ചെയ്യാനിടയാക്കിയത് എന്നുള്ളതൊക്കെ കൃത്യമായി അവർക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പെസിഫിക് ആയി പറയണം എന്നുള്ളതാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസിഡന്റ് സ്പെസിഫിക് ആയി പറയാൻ വേണ്ടി ശ്രമിക്കുക. ഫൈനലി ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ ഇനി അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിയാതെ ചെയ്യുന്നതാണോ അതല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോകുന്നതാണോ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. അവർ പറയുന്ന സമയത്ത് കൃത്യമായി ലിസൺ ചെയ്യുക. അതിനിടയിൽ കയറിയിട്ട് വീണ്ടും വീണ്ടും സംസാരിക്കരുത്. സോ
ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു കാര്യം അവരോട് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി രണ്ടാമതായി ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളും ഒരു ഇൻഡിവിജ്വലാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ഇൻഡിവിജ്വലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഹേർട്ടാവുന്നു. നമ്മൾ പേഴ്സണലി എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അൺഹാപ്പി ആയിരിക്കും. കാരണം ഒരു തമാശ പോലും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം തന്നെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ട കാര്യം അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നിങ്ങൾക്കൊരു ക്യാരക്ടർ ഉണ്ടായിരിക്കും, നിങ്ങൾ വളർന്നു വന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ, നിങ്ങളുടെ ഒരു രീതി, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവരെങ്ങനെയാണോ അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഈ ഒരു മനസ്സിലാക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പേഴ്സണലായി എടുക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. സോ അണ്ടർസ്റ്റാൻഡ്, ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചില സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ചില പെരുമാറ്റം കാരണം അത് അവരോട് കൃത്യമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് കൃത്യമായി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം കൂടി ക്ലിയർ ആയിട്ട് പറയണം. ഈ ഒരു സ്വഭാവം ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയി തുടർന്നാൽ എന്താണ് അതിന്റെ കോൺസിക്വൻസ്? സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ റിലേഷൻഷിപ്പിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൃത്യമായി അവരോട് പറയുക. അങ്ങനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ എന്താണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ രീതിയിൽ ഒരു ബൗണ്ടറി കൃത്യമായി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഫൈനലി നിങ്ങളെ തന്നെ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് കെയർ പ്രയോറിറ്റൈസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി കുറച്ച് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊക്കെയാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനുള്ളൊരു സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും റിക്കവർ ആകണം, നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം നന്നായി നമ്മുടെ സെൽഫിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള കെയർ അറ്റംപ്റ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരു ആക്ഷൻ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ തീരെ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായി ഡീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് എടുക്കാവുന്നതാണ്. സോ ഇത് നമുക്ക് സെൽഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റംപ്റ്റ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.